ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത് എവിക്ഷൻ തന്നെയാണ്. 2 പേര് നാളെ പുറത്താകുന്നുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ ഫിനാലെ വീക്കിലേക്ക് അങ്ങനെ കടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നീട് നോക്കുവാണെങ്കിൽ ആദില പറയുന്നുണ്ട് അക്ബർക്കയുടെ കൂടെ നടക്കുന്ന എല്ലാ ആൾക്കാരും, അതായത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും പുറത്താകുന്നത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ വളരെ ചിരിച്ചുകൊണ്ട് പറയുന്ന ആദിലേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ അക്ബർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പറയുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ ആദില നൂറ കെട്ടിപ്പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെവിൻ തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പ്രമോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദില പുറത്താകാനുള്ള സാഹചര്യം വളരെയധികം തന്നെ കൂടുതലാണ്. കാരണം നൂറ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ആദില പുറത്തായി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ നെവിൻ പുറകോട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കും പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും സാബുമാനും അതേപോലെ തന്നെ നെവിനും തമ്മിൽ നല്ലൊരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാബുമാനും പുറത്താകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ ഹൗസിൽ നിന്ന് പടിയിറങ്ങാൻ വേണ്ടി പോകുന്നത് 1 ആദിലയും അതേപോലെ തന്നെ 2 സാബുമാനുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2 പേരായിരിക്കും. പ്രമോ കണ്ടിട്ട് ആ ഒരു രീതിയിലാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആദിലയാണ് പുറത്താകുന്നതെങ്കിൽ അടുത്ത ആഴ്ച നൂറയും ഡേഞ്ചർ സോണിൽ തന്നെയായിരിക്കും. നമുക്ക് നോക്കാം ഈ ഒരു എവിക്ഷൻ നിങ്ങൾക്ക് ഫെയർ ആയിട്ട് തന്നെയാണോ തോന്നുന്നത്? ഇവർ 2 പേരും തന്നെയായിരുന്നു പുറത്താകേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം ആരാവാം പുറത്താകുന്നത് എന്നുള്ളത്.